ഡ്യുവൽ മാപ്പിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ അതാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പേ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ്റെ ബാക്ക്ഗ്രൗണ്ടാണിത്, ഒന്ന് വായിച്ചു നോക്കണേ. ഇവിടെ വി ഡബ്ല്യു അങ്ങനെ രണ്ട് വെക്ടർ സ്പേസുകളുണ്ട്. വിൻ്റെ ബേസിസാണ് V1 എക്സെട്ര Vn, ഡബ്ല്യുവിൻ്റെ ബേസിസാണ് W1 എക്സെട്ര Wm. അതിൻ്റെയൊക്കെ കറസ്പോണ്ടിങ് ഡ്യുവൽ ബേസിസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. ഇനി ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തട്ടെ. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് നമ്മുടെ വിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്മിഷനാണ് ടി വിചാരിക്കുക എങ്കിൽ ആ ടീൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ദാറ്റ് ഈസ് എം ഓഫ് ടി ഈസ് ദിസ് എന്ന് കാണിക്കണം. ഇവിടെ ഈ ഫസ്റ്റ് കോളം ശ്രദ്ധിക്കുക. ഫസ്റ്റ് കോളത്തിൽ ഇത് മൊത്തം TV1 ആട്ടോ അല്ലേ. Ψ1 TV1, Ψ2 TV1 എക്സെട്ര Ψm TV1. അതായത് TV1ൻ്റെ മുകളിൽ ഈ Ψ1 എക്സെട്ര Ψm അപ്ലൈ ചെയ്തിട്ടാണ് ഫസ്റ്റ് കോളം കിട്ടുന്നത്. സെക്കൻഡ് കോളം കിട്ടുന്നതോ TV2ൻ്റെ മുകളിൽ ഈ Ψ1 എക്സെട്ര Ψm അപ്ലൈ ചെയ്തിട്ട് എക്സെട്ര ലാസ്റ്റ് TVnൻ്റെ മുകളിൽ Ψ1 എക്സെട്ര Ψm അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് കോളം കിട്ടും. അങ്ങനെയാണ് ഈ ഇവിടെ വന്നത്. ഇനി പോസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കൂ. ഇതിൻ്റെ പ്രൂഫ് വളരെ ഈസിയാണ്. അതായത് നമ്മുടെ TV1 ഡബ്ല്യൂലെത്തുമല്ലോ. അപ്പോൾ ഡബ്ല്യുവിൻ്റെ ബേസിസിൻ്റെ കോമ്പിനേഷനാക്കിയിട്ട് എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ TV1 C1 W1 പ്ലസ് എക്സെട്ര പ്ലസ് CM WM വിചാരിക്കുക. അപ്പോൾ TV1ൻ്റെ കോർഡിനേറ്റ്സ് അക്കോർഡിംഗ് ടു ദിസ് ബേസിസ് എന്തായിരിക്കും? C1 എക്സെട്ര CM ആയിരിക്കും. ആ കോർഡിനേറ്റ്സ് അല്ലേ എം ഓഫ് ടീൻ്റെ ഫസ്റ്റ് കോളത്തിൽ വരിക അല്ലേ? മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ്റെ വീഡിയോ കണ്ടതല്ലേ അല്ലേ? എം ഓഫ് ടീൻ്റെ ഫസ്റ്റ് കോളത്തിൽ വരിക TV1ൻ്റെ കോർഡിനേറ്റ്സ് ആണ്. സെക്കൻഡ് കോളത്തിലോ TV2ൻ്റെ കോർഡിനേറ്റ്സ് ആണ്. എക്സെട്ര ലാസ്റ്റ് കോളത്തിൽ TVnൻ്റെ കോർഡിനേറ്റ്സ് ആണ്. അപ്പം ഈ ഫസ്റ്റ് കോളത്തിൽ വരുന്നത് TV1ൻ്റെ കോർഡിനേറ്റ്സ് ആണ്. അപ്പോൾ TV1ന് എങ്ങനെ എഴുതുകയാണെങ്കിൽ ഫസ്റ്റ് കോളത്തിൽ ആരാ വരിക? C1 എക്സെട്ര CM ആണ് ഇവിടെ വരുന്നത് അല്ലേ. ഇവിടെ C1 വരണം, ഇവിടെ C2 വരണം, എക്സെട്ര ഇവിടെ CM വരണം. ഇനി ഇവിടെ Ψ1 ഓഫ് TV1 ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾ പോസ് ചെയ്തിട്ട്. Ψ1 ഓഫ് TV1 Ψ1 എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം ഇതാട്ടോ, ഇതാണ് ഈ Ψ1 അല്ലേ. ഇതെന്താണ്? ഡ്യുവൽ ബേസിസ് ആണ്. Ψ1 ഓഫ് W1 1 ആണ്, പക്ഷേ Ψ1 ഓഫ് W2 എക്സെട്ര Ψ1 ഓഫ് Wm ഒക്കെ എന്താണ്? 0 ആണ്. അത് ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും Ψ1 ഓഫ് TV1 ഈസ് ജസ്റ്റ് C1. അതേപോലെ ഇനി ഇതിൻ്റെ മുകളിൽ Ψ2 അപ്ലൈ ചെയ്യാൻ വിചാരിക്കുക. Ψ2 ഓഫ് TV1 അല്ലേ. ഇതിൻ്റെ മുകളിൽ Ψ2 അപ്ലൈ ചെയ്യാൻ വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ഇറ്റ് ഈസ് C2 അല്ലേ. Ψ2ൻ്റെ പ്രത്യേകതയാണ് Ψ2 W2ൽ മാത്രം 1 തരും, ബാക്കിയിലെടുത്തൊക്കെ 0 തരും. അത് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും Ψ2 ഓഫ് TV1 ഇസ് ഈക്വൽ ടു C2 എക്സെട്ര Ψm. ഈ Ψm അപ്ലൈ ചെയ്യുക TV1ൻ്റെ മുകളിൽ. അപ്പം Ψm ഓഫ് TV1 ഇസ് ഈക്വൽ ടു ഇത് കാണാൻ പറ്റും ഇറ്റ് ഈസ് CM. ഇത് നോക്കൂ, TV1ൻ്റെ കോർഡിനേറ്റ്സ് ഏതാണ്? C1 C2 എക്സെട്ര CM. അതാണ് ഇവിടെ വരേണ്ടത് അല്ലേ. അതല്ലേ ശരിക്കും ഇവിടെ വന്നത് അല്ലേ. ഈ C1ന് പകരം ഇതേ രീതി മാത്രം, C2ന് പകരം ഇതേ രീതി മാത്രം, എക്സെട്ര CMന് പകരം ഇതേ രീതി മാത്രം. അപ്പോൾ ഫസ്റ്റ് കോളം കറക്റ്റ് അല്ലേ? എം ഓഫ് ടീൻ്റെ ഫസ്റ്റ് കോളം ഇത് തന്നെയല്ലേ വരേണ്ടത്. ഇനി എം ഓഫ് ടീൻ്റെ സെക്കൻഡ് കോളം ഇതാണ് വരേണ്ടത്. നിങ്ങൾ സ്വന്തം ആലോചിച്ച് നോക്കൂ. ഇതേപോലെ TV2നെ ഈ ബേസിസിൻ്റെ കോമ്പിനേഷൻ ആക്കിയിട്ട് ഇത് വരിക. അപ്പോൾ വരുന്ന കോർഡിനേറ്റ്സ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡൗട്ടിൻ്റെ ചോദിച്ചാൽ മതി കേട്ടോ. കോച്ചിങ്ങിന് ജോയിൻ ചെയ്തവരൊക്കെ എല്ലാം ക്ലിയർ ആക്കി തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ എക്സെട്ര ലാസ്റ്റ് കോളം നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ദിസ് ഈസ് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ടി. ഇതാണ് എം ഓഫ് ടി. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. നൈസ്. ഇനി ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഇവിടെ തന്നെ എഴുതട്ടെ. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ, ഒന്ന് വായിച്ചു നോക്കൂ. ഇവിടെ ടീൻ്റെ ഡ്യുവൽ മാപ്പ് അതായത് T' മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ അവിടെ എഴുതിയത്. ഇത് എഴുതിയൊന്ന് ശ്രദ്ധിക്കണേ. നമ്മുടെ ഈ എം ഓഫ് ടീൻ്റെ ഫസ്റ്റ് റോ ആണ് ഇവിടുത്തെ ഫസ്റ്റ് കോളം. നോക്കൂ, Ψ1 TV1 Ψ1 TV1, Ψ1 TV2 Ψ1 TV2 എക്സെട്ര ലാസ്റ്റ് Ψ1 TVn അതിവിടെ Ψ1 TVn. അങ്ങനെ എം ഓഫ് ടീൻ്റെ ഫസ്റ്റ് റോ ഇവിടുത്തെ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ഇവിടുത്തെ സെക്കൻഡ് കോളം, അങ്ങനെ എക്സെട്ര ലാസ്റ്റ് റോ ഇവിടുത്തെ ലാസ്റ്റ് കോളം. അതായത് ഇതിൻ്റെ ട്രാൻസ്പോസാണ് ഞാൻ ഇവിടെ എഴുതിയത്. അപ്പോൾ നിങ്ങളോട് ആവശ്യപ്പെട്ടത് എന്താണ്? ഷോ ദാറ്റ് എം ഓഫ് T' ഈക്വൽ ടു എം ഓഫ് ടി ട്രാൻസ്പോസ്. ഇത് പ്രൂവ് ചെയ്യാനാണ് ഇവിടെ ഇപ്പോൾ ആവശ്യപ്പെട്ടത് അല്ലേ. ഇത് ആലോചിച്ച് നോക്കുക അല്ലേ. ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. എം ഓഫ് T' ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ന് വരും. നിങ്ങൾ പോസ് ചെയ്ത് ആലോചിച്ച് നോക്കുക. ഞാൻ ഇവിടെ പ്രൂവ് ചെയ്യാം. പ്രൂഫ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അതിന് മുമ്പേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് T' മെട്രിക്സ് റെപ്രസെൻറ്റേഷനാണ്. T' എന്ന് പറയുമ്പം അത് W' V' ലീനിയർ ട്രാൻസ്മിഷൻ അല്ലേ
അപ്പോൾ ഇതിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ ഡബ്ല്യു പ്രൈമിൻ്റെയും വി പ്രൈമിൻ്റെയും ഒക്കെ ബേസിസ് ആണ് എടുക്കേണ്ടത്. ഡബ്ല്യു പ്രൈമിന് നമ്മളിവിടെ എടുത്തത് ഈ ഡ്യുവൽ ബേസിസ് ആണ്. അതുപോലെ തന്നെ വി പ്രൈമിന് നമ്മളെടുത്തത് ഈ ഡ്യുവൽ ബേസിസ് ആണ്. ഇനി ഇതിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ എങ്ങനെ ആയതാ? ഈ ഡബ്ല്യു പ്രൈമിൻ്റെ ബേസിസ് ആയ ഇതിൻ്റെ ഇമേജസിൻ്റെ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചിട്ടല്ലേ ഇതിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഉണ്ടാക്കുക അല്ലേ? നമ്മളാദ്യം ടി പ്രൈം ഓഫ് സൈ 1 അതിൻ്റെ കോർഡിനേറ്റ്സ് കാണണം അല്ലേ? ഡബ്ല്യു പ്രൈമിൻ്റെ ബേസിസ് ആണിത്. അപ്പോൾ ടി പ്രൈം ഓഫ് സൈ 1 അതിൻ്റെ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഫസ്റ്റ് കോൾ ഉണ്ടാവുക. അതുപോലെ തന്നെ ടി പ്രൈം ഓഫ് സൈ 2 അതിൻ്റെ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് സെക്കൻഡ് കോൾ ഉണ്ടാവുക, എക്സെട്ര. അങ്ങനെ ഒക്കെ പോസ് ചെയ്തൊന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് കോളത്തെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് കോളത്തിൽ ആരാ ശരിക്കും വരിക? ടി പ്രൈം ഓഫ് സൈ 1ൻ്റെ കോർഡിനേറ്റ്സ്. അപ്പോൾ ഈ ടി പ്രൈം ഓഫ് സൈ 1നെ ഞാൻ അല്ലേ ഈ വി പ്രൈമിൻ്റെ ബേസിസിൻ്റെ കോമ്പിനേഷൻ ആക്കിയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, ടി പ്രൈം ഓഫ് കോർഡിനേറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് അല്ലേ. ടി പ്രൈം ഓഫ് സൈ 1 ഇസ് ഈക്വൽ ടു C1 Φ1 എക്സെട്ര പ്ലസ് CN Φ എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഈ C1 എക്സെട്ര CN എന്താണെന്ന് കണ്ടുപിടിച്ച് നോക്കാം. അതിനിതാ ഇവിടെ നോക്കൂ, ഞാൻ എഴുതി നോക്കൂ. ഇവിടെ ഞാൻ രണ്ട് സൈഡിലും V1 അപ്ലൈ ചെയ്യും അല്ലേ. ടി പ്രൈം ഓഫ് സൈ 1 ഓഫ് V1 ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ ഞാൻ V1 അപ്ലൈ ചെയ്യുമ്പം Φ1 ഓഫ് V1 ഇല്ല, Φ1 എക്സെട്ര Φn ഡ്യുവൽ ബേസിസ് അല്ലേ. അപ്പം Φ1 ഓഫ് V1 1 ആണ്, പക്ഷേ Φ2 ഓഫ് V1 എക്സെട്ര Φn ഓഫ് V1 എന്താണ്? അതൊക്കെ വാനിഷ് ആയി പോകും. അതുകൊണ്ട് അവസാനം ഇവിടെ ലാസ്റ്റ് C1 മാത്രം വരും അല്ലേ. ഇവിടെ അടുത്ത വരിക ഇവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ എനിവേ ഇതിവിടെ ഡ്യുവൽ മാപ്പിൻ്റെ ഡെഫിനിഷനാണ് അവിടെ അപ്ലൈ ചെയ്തത്. സോ എനിവേ C1 എനിക്ക് C1 ഈക്വൽ ടു സൈ 1 ഓഫ് ടി V1 കിട്ടും. ഇനി അതേമാതിരി തന്നെ രണ്ട് സൈഡിലും V2 അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുമെന്നറിയോ? സൈ 1 ഓഫ് ടി ഓഫ് V2 ഈക്വൽ ടു C2 എന്ന് കിട്ടും അല്ലേ. നോക്കുക, ഈ C1 ആണ് ഇവിടെ വരേണ്ടത് അല്ലേ. അപ്പോൾ അത് C1ൻ്റെ സ്ഥാനത്ത് ഇതാ സൈ 1 ഓഫ് ടി V1 എഴുതി. ഇനി ഈ C2 ആണ് ഇവിടെ വരേണ്ടത് അല്ലേ. Φ2ൻ്റെ കോർഡിനേറ്റ്സ് ആണ് കോഎഫിഷ്യൻ്റ് അവിടെ വരുന്നത്. അതിന് C2ൻ്റെ സ്ഥാനത്ത് ഞാൻ എഴുതി സൈ 1 ഓഫ് ടി V2 എഴുതി. അങ്ങനെ എക്സെട്ര ബാക്കിയൊക്കെ നിങ്ങൾ വിശദീകരിക്കുക. ഇനി ഡൗട്ട് എന്തുണ്ടെങ്കിലും ചോദിക്കുക കേട്ടോ, ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ സ്വന്തം എഴുതി നോക്കിയിട്ട് മനസ്സിലാവണം. ഇനി അവസാനം ഞാൻ പ്രൂവ് ചെയ്തു ദിസ് റിസൾട്ട്. ടി പ്രൈമിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ കിട്ടാൻ ടീൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ മതി. ദാറ്റ് ഈസ് എം ഓഫ് ടി പ്രൈം ഇസ് ഈക്വൽ ടു ട്രാൻസ്പോസ് ഓഫ് എം ഓഫ് ടി. അടുത്ത വീഡിയോ കാണാം. ഡൗട്ടുകളൊക്കെ സ്വാഭാവികം കേട്ടോ, ചോദിക്കണേ.